നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യമായി നോക്കാം പ്രധാന വാർത്തകൾ. വ്യാജ സ്വർണം നിർമ്മിച്ച് വിതരണം ചെയ്യുന്നയാൾ അറസ്റ്റിൽ. കളിമണ്ഡലം പുരസ്കാരം സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർക്ക് നൽകി. നാടെങ്ങും റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ നടത്തി. വാർത്തകൾ വിശദമായി. അന്തർ സംസ്ഥാന വ്യാജ സ്വർണ്ണ വിതരണക്കാരൻ അറസ്റ്റിൽ. സംസ്ഥാനമൊട്ടാകെയും സംസ്ഥാനത്ത് പുറത്തുമുള്ള ഏജന്റുമാർക്ക് വ്യാജ സ്വർണം നിർമ്മിച്ച് വിതരണം ചെയ്തിരുന്നയാളെ കോതമംഗലത്ത് നിന്ന് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. കോതമംഗലം സ്വദേശി പറക്കുടിയിൽ പുത്തൻപുര വീട്ടിൽ പ്രദീപിനെയാണ് അറസ്റ്റ് ചെയ്തത്. എടത്തിരുത്തി കിസാൻ സർവീസ് സഹകരണ സംഘത്തിൽ വ്യാജ സ്വർണം പണയം വെച്ച് 15 ലക്ഷം തട്ടിയ കേസിന്റെ തുടരന്വേഷണത്തിനിടയിലാണ് ഇയാൾ പിടിയിലായത്. ഇതോടെ ഈ കേസിൽ 5 പേർ പിടിയിലായി. ബഷീർ, ബാബു, ഗോപകുമാർ, കൊടുങ്ങല്ലൂർ സ്റ്റേഷൻ റൌഡിയായ രാജേഷ് എന്നിവരാണ് നേരത്തെ അറസ്റ്റിലായത്. പ്രദീപിനെതിരെ കേരളത്തിലും കർണാടകത്തിലുമായി 13ഓളം കേസുകളുണ്ട്. വ്യാജ സ്വർണം നിർമ്മിക്കാനുണ്ടായിരുന്ന ഇയാളുടെ കൂട്ടാളികളെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജുവിന്റെ നേതൃത്വത്തിൽ കയ്പമംഗലം ഇൻസ്പെക്ടർ എം ഷാജഹാൻ, എസ്ഐമാരായ കെ സൂരജ്, കെ മുഹമ്മദ് സിയാദ്, സീനിയർ CPOമാരായ TS സുനിൽകുമാർ, KR ഗിരീഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വടനപ്പള്ളി മുല്ലപ്പള്ളി കരീപ്പാടത്ത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ നടത്തുറപ്പ് ഉത്സവവും പൊങ്കാല സമർപ്പണവും ഭക്തിസാന്ദ്രമായി. പ്രധാനപ്പെട്ട വഴിപാടായ പൊങ്കാല സമർപ്പണത്തിന് ഈ വർഷവും നിരവധി പേർ എത്തിച്ചേർന്നു. ക്ഷേത്രം മേൽശാന്തി പ്രബീഷ് ക്ഷേത്രം പൊങ്കാലയ്ക്ക് ആദ്യ ദീപം തെളിയിച്ചു. തുടർന്ന് ഭക്തജനങ്ങളുടെ പൊങ്കാലയ്ക്ക് ദീപം പകർന്നു നൽകി. നിറമാല, ചുറ്റുവിളക്ക്, പറനിറക്കൽ, വിശേഷാൽ വഴിപാടുകൾ എന്നിവ നടത്തി. ചടങ്ങുകൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് KG കൃഷ്ണമൂർത്തി, സെക്രട്ടറി KS ദീപൻ മാസ്റ്റർ, ട്രഷറർ KS വസുധരൻ, വൈസ് പ്രസിഡന്റുമാരായ KK മോഹനൻ, KA പ്രദീപ്, ജോയിന്റ് സെക്രട്ടറി KA മോഹനൻ, ക്ഷേത്രം കീഴ്ശാന്തി സുനിൽ, VK അനിരുദ്ധൻ, KP ഷാജി, രാമചന്ദ്രൻ, വനിതാ വിഭാഗം പ്രസിഡന്റ് ജെസ്സി സതീശൻ, സെക്രട്ടറി ശോഭന വസുധരൻ, ട്രഷറർ സുനില കൃഷ്ണമൂർത്തി എന്നിവർ നേതൃത്വം നൽകി. ഏങ്ങടിയൂരിലെ പ്രസിദ്ധ ക്ഷേത്രമായ മുല്ലപ്പള്ളി കരീപ്പാടത്ത് ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നട തുറപ്പിനോട് അനുബന്ധിച്ച് നടത്തുന്ന പൊങ്കാലയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ത്രീജനങ്ങളുടെ ദീർഘായുസ്സിനും അവരുടെ ദീർഘസമംഗലി പോവാൻ ആയിട്ട് ഇരിക്കുന്നതിനും വേണ്ടിയാണ് ദേവിയുടെ സന്നിധിയിൽ വെച്ചിട്ട് ഈ എല്ലാ വർഷവും ഇങ്ങനെ പൊങ്കാല നടത്തുന്നത്. ഈ പൊങ്കാലയ്ക്ക് അതുപോലെ തന്നെ കുറേ സ്ത്രീകളും അതുപോലെ തന്നെ വിവാഹിതരാകാത്ത പെൺകുട്ടികളുമാണ് പൊങ്കാലയിടാൻ ഏറ്റവും കൂടുതലായിട്ട് എത്തിച്ചേരുന്നത്. ദേവി സന്നിധിയിൽ പൊങ്കാലയിടുക എന്നുള്ളത് സ്ത്രീകളുടെ ഒരു ആചാരമായി ഇവിടെ ഈ പ്രദേശത്തുള്ള എല്ലാവരും കരുതുന്നു. എല്ലാ വർഷവും നൂറുകണക്കിന് സ്ത്രീകൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ എല്ലാ വർഷവും ഉത്സവം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള നടതുറപ്പിനുമാണ് ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തുന്നത്. ഈ ചടങ്ങിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത അവർക്ക് എല്ലാ സൗകര്യങ്ങളും ക്ഷേത്രഭരണ സമിതി ചെയ്തു കൊടുക്കും. അഴീക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ വലപ്പാട് പോലീസ് സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ വെച്ച തൃശൂർ റൂറൽ ജില്ലാ കടലോര ജാഗ്രത സമിതി യോഗം നടന്നു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPS ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK രമേശ് അധ്യക്ഷനായി. അഴീക്കോട് കോസ്റ്റ് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ VN മണികണ്ഠൻ, കൊടുങ്ങല്ലൂർ ഡെപ്യൂട്ടി തഹസിൽദാർ സിജ, ചാവക്കാട് ഡെപ്യൂട്ടി തഹസിൽദാർ സുരേഷ്, ജാഗ്രതാ സമിതി അംഗങ്ങളായ അഷ്റഫ് പൂവത്തിങ്കൽ, PN രവി, വിജയൻ കയ്പമംഗലം, നൌഫൽ വാടാനപ്പള്ളി, അഴീക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സജീവ് വർഗീസ് എന്നിവർ സംസാരിച്ചു. പരിഹാരം കാണാൻ വേണ്ടി പോലീസുമായി ചേർന്ന് കടപ്പുറത്തെ സമാധാന മേഖലയാക്കാൻ വേണ്ടി, കടപ്പുറത്തെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി, അവിടുത്തെ സമാധാനത്തിന് വേണ്ടി പോലീസുമായി നല്ലൊരു ബന്ധം. പോലീസ് മാത്രമല്ല, ഇപ്പം തഹസിൽദാരൊക്കെ ഉണ്ടല്ലോ, വിവിധ ഗവൺമെൻറ് വിഭാഗങ്ങളും പൊതുപ്രസ്ഥാനങ്ങളും പൊതു സംവിധാനവുമായി സാധാരണ ജനങ്ങളായ കടപ്പുറത്തുള്ള സാധാരണക്കാരായ ആളുകളെ യോജിപ്പിച്ചുകൊണ്ട് കൂട്ടായി ഒരു പ്രവർത്തനം നടന്നു കഴിഞ്ഞാൽ അത് ഈ കടലിൻ്റെ മക്കൾക്ക് നല്ലതാണ്, ഗവൺമെൻറ് നല്ലതാണ്, മൊത്തം ജനങ്ങൾക്ക് നല്ലതാണ്. ഈ ഒരു തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംവിധാനം 2009 സ്റ്റാർട്ട് ചെയ്തത്.
തീർച്ചയായിട്ടും അതിന് വലിയ ഫലമൊക്കെ ഉണ്ടായി. ഫലം ഉണ്ടായെന്ന് പറയുന്നത് നമ്മുടെ പൊതുവെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വാടാനപ്പള്ളി യൂണിറ്റ് സമ്മേളനം നടന്നു. തളിക്കുളം ബ്ലോക്ക് പെൻഷൻ ഭവനിൽ വെച്ച് നടന്ന സമ്മേളനം KSSPU സംസ്ഥാന വൈസ് പ്രസിഡന്റ് AP ജോസ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KG വിജയലക്ഷ്മി അധ്യക്ഷയായി. പെൻഷൻ ഭവന നിർമ്മാണത്തിന് 1 ലക്ഷത്തിലധികം രൂപ നൽകിയ പ്രൊഫസർ MV മധു, P പങ്കജം എന്നിവരെ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം V കല പൊന്നാടി അണിയിച്ച് ആദരിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ MV മധു, ബ്ലോക്ക് സെക്രട്ടറി BN ജയാനന്ദൻ, ട്രഷറർ TK ഹരിദാസ്, വൈസ് പ്രസിഡന്റ് KN വിമല, രക്ഷാധികാരി K പ്രഭാകരൻ പിള്ള എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ ഈ സംഘടന എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാനവിടെ വിശദീകരിക്കേണ്ട കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. ഇന്നിപ്പോൾ ഈ യൂണിറ്റ് സമ്മേളനം നടക്കുമ്പോൾ ഈ യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 1 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. സ്വാഭാവികമായും തൃപ്രയാർ ലെമർ പബ്ലിക് സ്കൂളിന്റെ 20ാമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി 2 ദിവസങ്ങളായി നടന്നുവന്നിരുന്ന കലാപരിപാടികൾ സമാപിച്ചു. പെർസ്പെക്റ്റീവ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് സെക്രട്ടറി KK അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ ഖെയ്നി മൈക്കിൾ, ട്രഷറർ EA ഹാരിസ്, പെർസ്പെക്റ്റീവ് എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പറായ K അഷ്റഫ് അലി, PA മുഹമ്മദ് ഹുസൈൻ, മാനേജർ IT മുഹമ്മദ് അലി, വൈസ് പ്രിൻസിപ്പൽ സുവിധ CS, മാനേജ്മെന്റ് ട്രസ്റ്റ് അംഗങ്ങൾ, സെക്ഷൻ ഹെഡുമാരായ ദീപ KM, ആശ KC, സായി ദേവി അജയ്, നസീമ ഷംസുദ്ദീൻ, പ്രോഗ്രാം കോർഡിനേറ്റർ ലൗലി ജിനൻ, അസിസ്റ്റന്റ് ഹെഡ് ഗേൾ അമീഷ ഇഷാഖ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് KG വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ലെമർ സ്കൂളിൻ്റെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സെക്ഷനാണ് KG. ഇന്ന് വരെ എവിടെ ചെന്നാലും എവിടെ നോക്കിയാലും ഞങ്ങൾ KGയെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് ഏറ്റവും ഭംഗിയായി നമ്മുടെ മക്കളെ ചെറുപ്പത്തിലേ വളർത്തുവാൻ വേണ്ടി, അതല്ലെങ്കിൽ അവരുടെ കഴിവുകളെ പുറത്തെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സെക്ഷനാണ് KG. തീർച്ചയായിട്ടും അതിൻ്റെ ഫലങ്ങൾ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഈ അവസരത്തിൽ ഒരു കാര്യം ഓർമ്മിക്കുകയാണ്. 20 വർഷങ്ങൾക്ക് മുമ്പ് ലെമർ തുടങ്ങിയപ്പോൾ സത്യത്തിൽ സ്കൂൾ എന്താണ്, അല്ലെങ്കിൽ സ്കൂളിൻ്റെ നടത്തിപ്പ് എന്താണ് എന്ന് അറിയാത്ത ഒരു പറ്റം ആൾക്കാർ അല്ലെങ്കിൽ ഒരു പറ്റം കൂട്ടുകാർ കൂടി തുടങ്ങുമ്പോൾ ഇത് എങ്ങനെ കൊണ്ടുപോകും, എങ്ങനെ ഇതിനെ നടത്തിക്കൊണ്ടുപോകുമെന്ന്. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ 525ാം ജൂബിലി വർഷ തിരുനാളിനോടനുബന്ധിച്ച് മദ്യവിരുദ്ധ സമിതിയുടെയും ചാരിറ്റി കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ഞായറാഴ്ച രാവിലെ കേശദാനവും രക്തദാനവും നടത്തി. ജൂബിലി വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന വിവിധ സംഘടനകളുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ സംരംഭം സംഘടിപ്പിച്ചതെന്ന് വികാരി ഫാദർ ജെൻസ് തട്ടിൽ പറഞ്ഞു. കൈക്കാരന്മാരായ ANT സിജോ, CA ജെയിംസ്, ലിജോ ജോർജ്, മദ്യവിരുദ്ധ സമിതി പ്രസിഡന്റും ചാരിറ്റി കമ്മിറ്റി കൺവീനറുമായ ജോസ് ആലപ്പാട്ട്, സംഘടനാ ഭാരവാഹികളായ ഷീന ജോസ്, ക്ലീൻ സ്പോർട്സ് ആൻഡ്
KL ആന്റണി, PRO ഷാജി ചാലിശ്ശേരി, കുടുംബ കൂട്ടായ്മ കൺവീനർ EJ ജെയിംസ്, തിരുനാൾ ജനറൽ കൺവീനർ സെബി ജോർജ് എന്നിവർ നേതൃത്വം നൽകി. ഇവിടെ തിരുനാൾ ആഘോഷിക്കുന്നതിൻ്റെ ഏറ്റവും അടുത്ത ദിവസങ്ങളിലാണ് ഈ രക്തദാനം മഹാദാനം ഉത്തരണത്തിലെ ഇതിനുവേണ്ടി രക്തം കടന്നു വരുന്നവരെയും നേതൃത്വം കൊടുക്കുന്നവരെയും എല്ലാവരെയും സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ ജനപങ്കാളിത്തത്തോടെ റിപ്പബ്ലിക് ദിനാഘോഷം നടത്തി. കാഞ്ഞാണി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ സേവാഭാരതി മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് മുടവങ്ങാട്ടിൽ അധ്യക്ഷനായി. എയർപോർട്ട് കോർപ്പറൽ കുമാരൻ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. റിട്ടയേർഡ് ആർമി ലാൻസ് നായിക് രജീഷ് ഫ്ലാഗ് സല്യൂട്ടിന് നേതൃത്വം നൽകി. സൈനിക മേഖലകളിൽ പ്രവർത്തിച്ച വ്യക്തികളെയും വിശിഷ്ട സേവാ മെഡൽ ജേതാക്കളെയും ചടങ്ങിൽ സ്മരിച്ചു. മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി റിപ്പബ്ലിക് ദിനാഘോഷം നടത്തി. കാഞ്ഞാണി കോൺഗ്രസ് ഓഫീസിൽ വെച്ച് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ ദേശീയ പതാക ഉയർത്തി. DCC ജനറൽ സെക്രട്ടറി KP ജയറാം, കോൺഗ്രസ് നേതാക്കളായ KK പ്രകാശൻ, ടോണി അത്താനിക്കൽ, വാസു വളാഞ്ചേരി, ജിഷ സുരേന്ദ്രൻ, ജിൻസി മരിയ തോമസ്, ജോജു നെല്ലിശ്ശേരി, ജോജു തേക്കാനത്ത്, ജോസഫ് പള്ളിക്കുന്നത്ത്, CN പ്രഭാകരൻ, സ്റ്റീഫൻ നീലങ്കാവിൽ, സത്യദേവൻ കളരിക്കൽ എന്നിവർ സംസാരിച്ചു. മണലൂർ വെസ്റ്റ് സെന്റ് ജോസഫ് ഇടവക പള്ളിയുടെ നവദേവാലയത്തിന്റെ കട്ടിളവെപ്പ് കർമ്മം തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ പിതാവ് നിർവഹിച്ചു. കുരിശ് ഞങ്ങളിലുളവാക്കട്ടെ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എന്റെ അടുക്കൽ വരുമെന്ന് അരുളി ചെയ്ത മിശിഹായെ, അങ്ങയുടെ പക്കൽ നിരന്തരം അണയുവാൻ ഈ രൂപങ്ങൾ ഞങ്ങളേക്ക് പ്രേരണയരുളട്ടെ. ഇത് സ്ഥാപിക്കപ്പെടുന്ന ഈ ദേവാലയത്തിൽ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകട്ടെ. വികാരി ഫാദർ ജോജു ചിരിയൻ കണ്ടത്ത്, ഫാദർ ബാബു ചിരിയൻ കണ്ടത്ത് എന്നിവർ സഹകാർമ്മികരായി. ചടങ്ങുകൾക്ക് ജനറൽ കൺവീനർ ഡോക്ടർ ആന്റണി തോപ്പിൽ, ട്രസ്റ്റിമാരായ പാവു ജോസഫ് ചിറമൽ, ഫ്രാൻസിസ് കരിയാറ്റിൽ, സന്തോഷ് മാളിയേക്കൽ, ദേവാലയ നിർമ്മാണ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വീണ്ടും തുടരും. Zero. Manappuram Geeta Ravi Public School, the joy of learning. തിരികെ വാർത്തകളിലേക്ക്. ഗുരുദേവന്റെ അനുഗ്രഹ സ്പർശമുള്ള കളിമണ്ഡലം പുരസ്കാരത്തെ മറ്റെല്ലാ പുരസ്കാരങ്ങളെക്കാൾ മൂല്യവത്തായ ഒന്നായാണ് താൻ കാണുന്നതെന്ന് സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ അഭിപ്രായപ്പെട്ടു.
വലപ്പാട് എങ്ങൂർ ക്ഷേത്രം ഹാളിൽ തൃപ്രയാർ കളിമണ്ഡലം പുരസ്കാരം ചലച്ചിത്ര സംവിധായകൻ അമ്പിളിയിൽ നിന്ന് ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കളിമണ്ഡലത്തിന്റെ 17ാമത് വാർഷികവും ഗുരു ആശാൻ മണ്ഡലത്തിന്റെ 1ാം വാർഷികവും വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിൽ എന്തൊക്കെ തിക്താനുഭവങ്ങൾ ഉണ്ടായാലും സ്വന്തം വ്യക്തിത്വം കളയാതെ കാത്തുസൂക്ഷിക്കാൻ കഴിയണമെന്നും എങ്കിൽ മാത്രമേ സമൂഹത്തിൽ ആദരവ് ലഭിക്കുകയുള്ളൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആശാന്റെ തത്വങ്ങളും ആശാൻ എന്ന് പറയുന്നതല്ലേ ജീവിതം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആശാൻ പറയുന്ന കാര്യങ്ങളല്ലേ അനുവർത്തിക്കേണ്ടത്, പാലിക്കേണ്ടത്. ജാതിമത ഭേദമന്യേ മനുഷ്യരായിട്ട് ജീവിക്കുക, സ്നേഹിക്കുക, സ്നേഹം കൊടുക്കുക. ഒരു സംശയമില്ല, പരസ്പരം സ്നേഹിക്കലും സ്നേഹം കൊടുക്കണം. അതിൽ ജാതി, കറുത്തവൻ വെളുത്തവൻ എന്നൊന്നും മുദ്രകുത്തി സംസാരിക്കാനോ പെരുമാറാനോ പാടില്ല. ഇത് സ്വാമിയുടെ ആഹ്വാനം. സ്വാമി പറയുന്നത് നമുക്ക് ശിരസ വഹിച്ച് അതുപോലെ ജീവിക്കാൻ കഴിഞ്ഞാൽ കുറച്ച് ബോണസ് മതി, കുറച്ച് കാര്യം ജീവിതം കിട്ടുന്ന വിശ്വാസം. ജീവിതത്തിൽ നിമിത്തങ്ങൾക്കും നിയോഗങ്ങൾക്കും പ്രാധാന്യമുണ്ടെന്ന ചലച്ചിത്ര സംവിധായകൻ അമ്പിളി അഭിപ്രായപ്പെട്ടു. ഗുരു ആശാൻ മണ്ഡലം പ്രസിഡന്റ് KV ജയരാജൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സധു ഏങ്ങൂർ രചിച്ച ഗുരുവിൻ്റെ അറിയപ്പെടാത്ത യാത്രകൾ എന്ന പുസ്തകം പ്രൊഫസർ VS റെജി സദസ്സിന് പരിചയപ്പെടുത്തി. രാജു വിനിക്കൽ സംസാരിച്ചു. തുടർന്ന് 10 പ്രതിഭകളെയും ശിവഗിരിയിൽ തിരുവാതിരക്കളി അവതരിപ്പിച്ച അംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് കലാമണ്ഡലം ഗണേശൻ രചിച്ച് ആലപ്പുഴ നാട്യകല അവതരിപ്പിച്ച ഗുരു കുമാരനാശാൻ സംഗമം കഥകളി അവതരണവും നടന്നു. ഗുരുദേവനായി മഹേഷ് നാട്യകലയും ഡോക്ടർ പൽപ്പുവായി RLV സുനിലും കുമാരനാശാനായി ഗൗതം ഗണേശും അരങ്ങിലെത്തി. കളിമണ്ഡലം ഗുരു ആശാൻ മണ്ഡലം ഭാരവാഹികളായ K ദിനേശ് രാജ, KR മധു, KG കൃഷ്ണകുമാർ, ശ്രീലാൽ കൊച്ചത്ത, രാമചന്ദ്രൻ തോട്ടര, ബീന സദാനന്ദൻ എന്നിവർ നേതൃത്വം നൽകി. നേരത്തെ ഗുരുദേവനും കുമാരനാശാനും വന്നിറങ്ങിയ സ്ഥലത്ത് പുഷ്പാർച്ചനയും പ്രാർത്ഥനയും നടത്തിയാണ് ചടങ്ങുകൾ തുടങ്ങിയത്. ഏങ്ങൂർ അമ്മയുടെ സ്മരണാഞ്ജലിയായി സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. കാരമുക്ക് ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷം വർണ്ണാഭമായി. ശനിയാഴ്ച വൈകിട്ട് സ്കൂൾ അങ്കണത്തിൽ നടത്തിയ ചടങ്ങ് മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു. പൊട്ടി വീണ തരത്തിലേക്ക് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ കൾച്ചർ എന്ന് പറയുന്നത്, നമ്മളുടെ സംസ്കാരം അല്ലെങ്കിൽ നമ്മളുടെ ഭാരതത്തിലെ സംസ്കാരം എന്ന് പറയുന്നത് ആദിത്യ മര്യാദ ഉരുളുന്ന ഒരു സംസ്കാരം. ആ സംസ്കാരത്തിലൊക്കെ മാറ്റം വരുന്ന തരത്തിലേക്ക് ഒരു വെസ്റ്റേൺ കൾച്ചറിലേക്ക് അല്ലെങ്കിൽ എന്താ പറയുക പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് നമ്മളുടെ വിദ്യാർത്ഥികളും അല്ലെങ്കിൽ നമ്മളുടെ സമൂഹവും ഒക്കെ മാറിക്കൊണ്ടുവരും. അതിന്റെ ആദ്യപടിയായിട്ടാണ് സ്കൂളും മറ്റുള്ള കലാലയങ്ങളും ഒക്കെ ഒരു എന്താ പറയുക ഒരു ക്രൈസിസിലൂടെ കടന്നു പോകുന്നത്. PTA പ്രസിഡന്റ് KK ഷൈൻവാസ് അധ്യക്ഷനായി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ് മുഖ്യാതിഥിയായിരുന്നു. കേരള കലാമണ്ഡലം നൃത്തസംഗീത വിഭാഗം സംസ്ഥാന അവാർഡ് ജേതാവും പൂർവ്വ വിദ്യാർത്ഥിയുമായ ബിജീഷ് കൃഷ്ണയെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് ദേശീയ സംസ്ഥാനതല മെഡലുകൾ കരസ്ഥമാക്കിയ പ്രതിഭകളെ അനുമോദിച്ചു. സ്കൂൾ മാനേജർ CS പ്രദീപ് മാസ്റ്റർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ധർമ്മൻ പറത്താട്ടിൽ, ബിന്ദു സതീഷ്, സമാജം സെക്രട്ടറി ശശിധരൻ മാസ്റ്റർ കൊട്ടേക്കാട്, സ്കൂൾ പ്രിൻസിപ്പൽ പ്രീത P രവീന്ദ്രൻ, ഹെഡ്മിസ്ട്രസ് ജയന്തി N മേനോൻ, PTA വൈസ് പ്രസിഡന്റ് CJ ആന്റണി, മാതൃസംഘം പ്രസിഡന്റ് ഷാരി ജുബിൻ, സ്റ്റാഫ് സെക്രട്ടറി നീല ബാബുരാജൻ, സ്കൂൾ ചെയർമാൻ മാസ്റ്റർ സോണറ്റ് സിബി, പ്രോഗ്രാം കൺവീനർ ശരത് ശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളുടെ വിവിധയിനം കലാപരിപാടികളും അരങ്ങേറി.
തളിക്കുളം വളപ്പറമ്പ് തമ്പാൻകടവ് ജുമാ മസ്ജിദ് പരിസരത്ത് പതിറ്റാണ്ടുകളായി നടത്തിവരുന്ന റിഫായി നാട്ടുറാത്തീപ്പിന് മൗലിദ് പാരായണത്തോടെ തുടക്കമാകും. റാത്തീപ്പിന്റെ മുന്നോടിയായുള്ള പതാക ഉയർത്തൽ കർമ്മം നിർവഹിച്ചു. സ്ഥലം ഖത്തീബ് മുഹമ്മദ് ഷഫീഖ് ഫാളിലി പതാക ഉയർത്തൽ കർമ്മത്തിന് നേതൃത്വം നൽകി. അഹമ്മദ് മുസ്ലിയാർ പ്രാർത്ഥന നിർവഹിച്ചു. ഷിഹാബുദ്ദീൻ മുസ്ലിയാർ, അഷ്റഫ് മുസ്ലിയാർ, നൌഷാദ് മുസ്ലിയാർ, മനാഫ് മുസ്ലിയാർ എന്നിവർ പങ്കെടുത്തു. ഞായറാഴ്ച രാത്രി നടക്കുന്ന റാത്തീബ് മജ്ലിസിന് സത്താർ മുസ്ലിയാർ നേതൃത്വം നൽകും. എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കായുള്ള പ്രധാനമന്ത്രി വയോവന്ദൻ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ രജിസ്ട്രേഷൻ BJP നാട്ടിക പഞ്ചായത്തിലെ 9-10 വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീവിലാസ് UP സ്കൂളിൽ നടത്തി. രജിസ്ട്രേഷൻ ക്യാമ്പ് BJP നാട്ടിക മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ജ്യോതിദാസ് അധ്യക്ഷയായി. രാജേഷ് കാരയിൽ, PV സെന്തിൽകുമാർ, ജനറൽ സെക്രട്ടറി PT ശ്രീകുട്ടൻ, ലാൽ ഊണുങ്ങൽ, PK ബേബി, ജയരാമൻ വളവത്ത്, ഉണ്ണിമോൻ NS, പ്രേംചന്ദ് പനേഴത്ത്, EP രവി, ബിന്ദു ഉണ്ണികൃഷ്ണൻ, അംബിക ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി. VA ജോണിയുടെ കുടുംബത്തിന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭദ്രം പ്ലസ് ബെനവലന്റ് 5 ലക്ഷം രൂപ മരണാനന്തര ധനസഹായം നൽകി. കണ്ടശങ്കരവിൽ നടത്തിയ ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് ജോയ്മൻ പള്ളിക്കുന്ന് അധ്യക്ഷത വഹിച്ചു. മണലൂർ മണ്ഡലം വൈസ് ചെയർമാൻ അരുണൻ കുട്ടൻ സഹായധന ചെക്ക് കൈമാറി. ജനറൽ സെക്രട്ടറി വർഗീസ് P ചാക്കോ, പ്രവീൺ ജിത്ത് കൊണ്ടപ്രശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളത്ത് നടക്കുന്ന പാർട്ടി തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി CPM മണലൂർ ലോക്കൽ കമ്മിറ്റി പതാക ഉയർത്തി. ജില്ലാ കമ്മിറ്റി മെമ്പർ CK വിജയൻ നേതൃത്വം നൽകി. ജനാർദ്ദൻ മണ്ണുമൽ അധ്യക്ഷനായി. KV ഡേവിസ്, ലോക്കൽ കമ്മിറ്റി മെമ്പർ VK വേലായുധൻകുട്ടി, KR അഭിരാജ്, KS വിവേക്, PS പ്രസാദ്, അരുൺ ആനന്ദ്, ബ്രാഞ്ച് സെക്രട്ടറി MT താജൻ എന്നിവർ നേതൃത്വം നൽകി. ഭരണഘടന സംരക്ഷണ സമിതി മാർച്ച് ചെയ്യേണ്ടത് ദേവസ്വം ബോർഡിന്റെ ഓഫീസിലേക്കാണെന്ന് ഡോക്ടർ TS ശ്യാംകുമാർ പ്രസ്താവിച്ചു. ശാന്തിമാരെ നിയമിക്കുന്നതിലും പാചകക്കാരെ നിയമിക്കുന്നതിലും കടുത്ത ജാതി വിവേചനമാണ് നിലനിൽക്കുന്നത്. സ്വാതന്ത്ര്യം, നീതി, സമത്വം, സാഹോദര്യം പുലരുന്ന മൈത്രി മനോഭാവമാണ് ഉണ്ടാകേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാർലമെന്റിൽ ഡോക്ടർ PR അംബേദ്കറെ അവഹേളിച്ച അമിത്ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വാടാനപ്പള്ളിയിൽ ജയ് ഭീം റാലിക്ക് ശേഷം നടന്ന പൊതുയോഗത്തിൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണഘടനാ സംരക്ഷണ സമിതി ചെയർമാൻ CM നൌഷാദ് അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് MA മുസ്തഫ, PM ഷെറീഫ്, TR രമേശ്, ഗഫൂർ തളിക്കുളം, PN പ്രവീൺ, AK സന്തോഷ്, സരസ്വതി വലപ്പാട്, അജിത നാരായൺ, കൺവീനർ KS ബിജോജ്, ട്രഷറർ AM ഗഫൂർ എന്നിവർ സംസാരിച്ചു. അത് സംഭവിച്ചു കഴിഞ്ഞ കൂടുതൽ മൂർത്തമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഈ ബ്രാഹ്മണ്യ രാഷ്ട്രീയം എന്ന് പറയുന്നത്. എന്താണ് ബ്രാഹ്മണ്യമെന്ന് ഡോക്ടർ PR അംബേദ്കർ നിർവചിക്കുന്നത്? അംബേദ്കർ പറയുന്നത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ 3 പ്രത്യയശാസ്ത്രങ്ങൾക്ക്, ആശയങ്ങൾക്ക് എതിരായ വ്യവസ്ഥാക്രമത്തിന്റെ പേരാണ് ബ്രാഹ്മണ്യം എന്ന് ഡോക്ടർ PR അംബേദ്കർ നിർവചിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് അതിന്റെ ചരിത്ര ഭൂതകാലവും വർത്തമാനകാലവും ഒക്കെ പരിശോധിച്ച് നമുക്കറിയാം. ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യ, സമത്വ, സാഹോദര്യ സങ്കല്പങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് നിലനിൽക്കുന്നത് ബ്രാഹ്മണ്യത്തിന്റെ സാംസ്കാരിക മേൽക്കോയ്മയും പ്രത്യയശാസ്ത്രവുമാണ്. ഇന്ത്യയുടെ 76ാം റിപ്പബ്ലിക് ദിനം നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആഘോഷിച്ചു. PTA പ്രസിഡന്റ് PSP നസീർ പതാക ഉയർത്തി. ചമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ 1974-75 SSLC ബാച്ചിന്റെ 50ാമത് സ്നേഹസംഗമ വാർഷിക പരിപാടി സംഘടിപ്പിച്ചു. ഹരിപ്രിയ രചിച്ച സ്നേഹസംഗമ ഗാനത്തോടെ സീനിയർ അധ്യാപികമാരായ ശാന്ത, ജയലക്ഷ്മി, സുജാത എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. അബ്ദുൾ റസാഖ്, ഡോക്ടർ സുദീപ്, ഉദയകുമാർ, സൗഭാഗ്യവതി എന്നിവർ സംസാരിച്ചു. ഷൺമുഖൻ തൊട്ടാരത്ത്, നവാസ്, ഹരിദാസ്, തങ്കരാജൻ, പ്രദീപ്, ലോഹിതാഷൻ, സുബ്രഹ്മണ്യൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇനി ഒരു ഇടവേള കൂടി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വീണ്ടും തുടരും.
നിങ്ങൾ ഒരു സ്കിൽഡ് വർക്കറാണോ എങ്കിൽ ചെറുതും വലുതുമായ എല്ലാവിധ പവർ ടൂളുകൾക്കും ഹാർഡ് ടൂളുകൾക്കും സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്, പാർട്സ് അവൈലബിലിറ്റി, ക്വാളിറ്റി, ലോങ് ടേം യൂസബിലിറ്റി എന്നിവ ഉറപ്പു നൽകുന്ന കോസ്റ്റൽ ക്ലോക്കിൽ നിന്ന് തന്നെ ടൂളുകൾ വാങ്ങൂ. ഒപ്പം ഡോക്ടർ ടൂൾസിന്റെ ലൈഫ് ടൈം സർവീസ് സപ്പോർട്ടും ഉറപ്പാക്കൂ. കോസ്റ്റൽ ക്ലോക്ക്, കംപ്ലീറ്റ് പവർ ടൂൾ സൊല്യൂഷൻ, ഇപ്പോൾ തളിക്കുളത്തും ചാവക്കാടും. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. ഹായ്, അശിക ഇന്ന് ഓഫീസിൽ പോയില്ലേ? ഇന്ന് പോയില്ലടോ, ഒരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ഒരു ജ്വല്ലറിയിലാ. ഏത് ജ്വല്ലറിയാ? ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്. ഇഷാര. ഓക്കെ, ബൈ ഐഷ, കാണാം. ശരി എന്നാ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിലാ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സും ഈ ഗിഫ്റ്റും തമ്മിലൊരു ബന്ധമില്ല, മാച്ച് ആവണ. അതാണോ? ഐഷ, ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് പുതിയൊരു സംഭവം വന്നിട്ടുണ്ട്. ഇഷാര ഗിഫ്റ്റ് ട്രീ. ഇവിടെ നമ്മൾ 4 ഗ്രാമിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഓരോ പർച്ചേസിനും നമുക്ക് ഇതിന് കാർഡ് ചൂസ് ചെയ്യാം. അത് സ്ക്രാച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഭാഗ്യം അനുസരിച്ച് നമുക്ക് വമ്പൻ സമ്മാനങ്ങൾ നേടാൻ സാധിക്കും. കൂടാതെ 2024 ഡിസംബർ 20 മുതൽ 2025 ജനുവരി 31 വരെയുള്ള ലക്കി ഡ്രോയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ലഭിക്കാൻ പോകുന്നത് വമ്പൻ സമ്മാനമായ ഈ ഡയമണ്ട് നെക്ലേസ് ആണ്. തിരികെ വാർത്തകളിലേക്ക്. IR8 വള്ളക്കാർ KK തമ്പിയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനത്തിൽ ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം ചെയ്തു. ഇ.ടി. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. കൈപ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ M. ഷാജഹാൻ, SI-മാരായ K. സൂരജ്, സജീഷ്, BS ശക്തിധരൻ, KK തമ്പി എന്നിവർ സംസാരിച്ചു. 27 വർഷമായി തുടർച്ചയായി ഭക്ഷ്യധാന്യ വിതരണം നടത്തിവരുന്നുണ്ട്. 7 കിലോ അരി വീതം 1500 പേർക്കാണ് നൽകിയത്. എല്ലാ ആളുകൾക്കും, ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഈ അരി നൽകുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കാരുണ്യപരമായ വശം പോലും നിർത്തേണ്ട പ്രാധാന്യം സംബന്ധിച്ച് നല്ല ബോധ്യമുണ്ടാകുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. നമുക്ക് നമ്മുടെ അധ്വാനത്തിൻ്റെ ഒക്കെ ഒരു ഭാഗം വേണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു തൊഴിലിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഒരു ചെറിയ ഭാഗം ആളുകൾക്ക് വേണ്ടി സമർപ്പിക്കുക, അല്ലെങ്കിൽ നാട്ടുകാർക്ക് വേണ്ടി കൊടുക്കുക എന്ന് പറയുന്നത് വലിയ ഹൃദയവിശാലതയുള്ള ആളുകൾക്ക്. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനയ്ക്കായി വാങ്ങിയ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫും ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള യൂണിഫോം വിതരണവും നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. K. ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MS. നിഖിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ യൂണിഫോം വിതരണം നടത്തി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR. നിഖിൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ, പഞ്ചായത്ത് അംഗങ്ങളായ V. വിജയൻ, VS. സജീഷ്, PH. ബാബു, PH. ഷമീർ, സാജിദ പുതിയ വീട്ടിൽ, പഞ്ചായത്ത് സെക്രട്ടറി KV. സനീഷ്, VO-മാരായ പ്രജിത, ഷിനി തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടമംഗലം അബ്ദുൽ സലാം മസ്താന്റെ വസതിയിൽ റിഫായി റാത്തീബും നേർച്ചയും സംഘടിപ്പിച്ചു. റാത്തീബിന് മുസ്തഫ ഇബ്നു ദർവേഷ് തങ്ങൾ നേതൃത്വം നൽകി. സയ്യിദ് മുരീസ് തങ്ങൾ ചേലക്കര ദുവാക്ക് നേതൃത്വം നൽകി. ഫസൽ തങ്ങൾ മരത്തംകോട്, MH. അഹമ്മദ് മുസ്ലിയാർ വാടാനുപള്ളി, EK. സയ്യിദ് മുസ്ലിയാർ മുട്ടിച്ചു, അമീർ മുസ്ലിയാർ മുട്ടിച്ചൂർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് അന്നദാനവും ഉണ്ടായിരുന്നു.
കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മളൊക്കെ മുഹയ്യദ്ദീൻ ശൈഖിന്റെ കുതുബിയത്ത് ചെല്ലുമ്പോ അൽഫം ബി ഖൽവതിഹി അസ്മം ബി ഹിമ്മതിഹി സുർമൻ ലി വഫവതിഹി അജബ്തുഹു മുസ്രിഅൻ മിൻ അജ്ലി ദഅവതിഹി ഫൽയദ്. അന്തിക്കാട് ഹൈസ്കൂളിൽ 1974 ബാച്ച് SSLC ബാച്ച് വിദ്യാർത്ഥികളുടെ സുവർണ ജൂബിലി സംഗമം സൗവർണം സംഘടിപ്പിച്ചു. അന്തിക്കാട് ഹൈസ്കൂളിൽ നടന്ന പരിപാടി അന്തിക്കാട് ഹൈസ്കൂൾ പ്രധാനാധ്യാപിക ഷില്ലി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. മുൻ ഹെഡ് മിസ്ട്രസ് അരുണ ടീച്ചർ, ബേബി ടീച്ചർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. N. രാജഗോപാൽ അധ്യക്ഷനായി. ഭൂതനാഥൻ, KV മേരിക്കുട്ടി, അരുൺ ദേവ്, സുശീലൻ, രാജേശ്വരി, പ്രസന്നൻ, ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കുടുംബാംഗങ്ങളും പങ്കെടുത്തു. തുടർന്ന് കലാപരിപാടികളും സ്നേഹവിരുന്നും നടന്നു. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. 50 വർഷത്തിന് ശേഷം നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് കാണുന്നതാണ്. നമുക്ക് എല്ലാവരെയും നല്ല സുഖത്തോടുകൂടി ജീവിക്കുന്നത് കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവരുടെയും ഗ്രഹാന്തരീക്ഷവും നല്ലതാണെന്ന് കാണാൻ അറിയാം എല്ലാവരെയും. പിന്നെ നിങ്ങളെല്ലാവരുടെയും മക്കളും കുട്ടികളും മരുമക്കളും പേരക്കുട്ടികളൊക്കെ സുഖമായിട്ടിരിക്കാനായിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കും. പഴുവിൽ ശ്രീമൂലസ്ഥാനം വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവം ഞായറാഴ്ച സമാപിച്ചു. ശനിയാഴ്ച രാത്രി വിഷ്ണുമായ ചാത്തൻ സ്വാമിക്കും കരികൾക്കും ശക്തിപൂജ, വിഷ്ണുമായ ചാത്തൻ സ്വാമിയുടെയും കാളിമുത്തിയുടെയും ഗുരുമുത്തപ്പന്മാരുടെയും പുറത്തേക്കുള്ള രഥപ്രവേശനം നടന്നു. പഞ്ചവാദ്യം, ചെണ്ടമേളം, നാദസ്വരം, കാവടിയാട്ടം, തെയ്യം, തിറ എന്നിവയുടെ അകമ്പടിയോടെയായിരുന്നു എഴുന്നള്ളിപ്പ്. ഞായറാഴ്ച പുലർച്ചെ ഗുരുമുത്തപ്പന്മാരുടെ കളത്തിൽ നൃത്തം, ശേഷം രാവിലെ സ്വാമിയുടെ രൂപക്കളം ആരംഭം. കുട്ടിച്ചാത്തന്മാർക്ക് ഗുരുതി പൂജ, രൂപക്കളത്തിൽ തൊഴലും പൂജയും, ശേഷം രൂപക്കളത്തിൽ നൃത്തം, രൂപക്കളം തൊഴൽ എന്നിവ നടന്നു. തുടർന്ന് വൈകിട്ട് ശ്രീകോവിലേക്ക് എഴുന്നള്ളിപ്പ്, നിത്യപൂജ, മലനായാടിക്കും ദണ്ഡമുത്തപ്പനും കൗളാചാര പൂജ എന്നിവയോടുകൂടി തിറവെള്ള മഹോത്സവത്തിന് സമാപനം കുറിച്ചു. ക്ഷേത്ര മഠാധിപതി സുഹാസ് ചന്ദ്രഹാസ സ്വാമിജി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ സെക്രട്ടറി മേഘനാഥ് TC, ട്രഷറർ ആരോമൽ VM, വൈസ് പ്രസിഡന്റ് VD മനോജ്, കോർഡിനേറ്റർ ആര്യ സുഹാസ് എന്നിവർ നേതൃത്വം നൽകി. നാട്ടിക ഫയർ സ്റ്റേഷനിൽ റിപ്പബ്ലിക് ആഘോഷം നടന്നു. നാട്ടിക ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിൽ ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ M. A. ചന്ദ്രൻ റിപ്പബ്ലിക് ദിന പരേഡിന് നേതൃത്വം നൽകി. ദേശീയ പതാക ഉയർത്തൽ, മധുര വിതരണം എന്നിവയും ഉണ്ടായി. കരയാവട്ടം നോർത്ത് മഴവിൽ റെസിഡൻസ് അസോസിയേഷൻ റിപ്പബ്ലിക് ദിനാഘോഷം നടത്തി. ഭാരതാംബ നയിക്കുന്ന റിപ്പബ്ലിക് ദിന മാർച്ച് പാസ്റ്റോടെ ആരംഭിച്ച റിപ്പബ്ലിക് ആഘോഷത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് അജയൻ കാളിപ്പറവിൽ പതാക ഉയർത്തി. റിപ്പബ്ലിക് ദിന പ്രസംഗവും നടത്തി.
അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ലാൽകുമാർ ഭരണഘടനാമുഖം വായിച്ചു. കുട്ടികളുടെ പ്രസംഗം, ദേശഭക്തി ഗാനം എന്നിവ നടത്തി. സെക്രട്ടറി സുരേഷ് മാരാത്ത്, ട്രഷറർ സുരേഷ് കുമാർ വാലിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് മധുര വിതരണവും നടന്നു. വലപ്പാട് കോതകുളം ബീച്ച് മണ്ടേല റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടത്തി. രക്ഷാധികാരി രാജേന്ദ്രൻ മാസ്റ്റർ പതാക ഉയർത്തി. അസോസിയേഷൻ പ്രസിഡന്റ് ഗിരീഷ് ചിറ്റേഴത്ത, ഖജാൻജി ഷാജി പതാരത്ത്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പ്രേംലാൽ കരിപ്പാടത്ത്, സുരേഷ് വളപ്പിൽ, ആന്റണി ചെറിയത്ത്, സബീർ അലി, മോഹൻദാസ് വലിപ്പറമ്പിൽ, ബിനീഷ് കൊട്ടുക്കൽ, സി വി ഭരതൻ, തങ്കമണി ടീച്ചർ, ഡെയ്സി പ്രദീപ്, നിജി ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. തൃപ്രയാർ NES കോളേജിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. NES ചെയർമാൻ ശിവൻ കണ്ണൂളി ദേശീയ പതാക ഉയർത്തി. NES സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, വൈസ് പ്രസിഡന്റുമാരായ AN സിദ്ധപ്രസാദ്, TK സലീഷ്, ഭാരവാഹി ജയശ്രീ രാധാകൃഷ്ണൻ, പ്രിൻസിപ്പൽ NC അനീജ എന്നിവർ സംസാരിച്ചു. അധ്യാപകരായ വി ശശിധരൻ, MV ലതിമോൾ, സുഷമ, സ്മിത, സജിത, കണ്ണൻ, രവീന്ദ്രൻ, കോളേജ് യൂണിയൻ വൈസ് ചെയർമാൻ ഫരിയാൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വളരെ ആഹ്ലാദത്തോടെയാണ് നാം എല്ലാവരും ഈ ദിവസം ആഘോഷിക്കുന്നത്. നമ്മുടെ രാഷ്ട്രത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സുദിനമാണ്. നമുക്ക് 76 വർഷത്തിലേക്ക് നീങ്ങുന്ന ഈ സമയം നമ്മുടെ ഭരണഘടന വളരെ നല്ല നിലയിലുള്ളൊരു ഭരണഘടനയാണ്. ലോകരാഷ്ട്രങ്ങളിൽ വച്ച് ഏറ്റവും മികച്ച ഭരണഘടന. അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള ഈ ഭരണഘടനയിൽ വളരെയേറെ സവിശേഷതകളാണുള്ളത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തളിക്കുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനം ആചരിച്ചു. തളിക്കുളം ബ്ലോക്ക് പെൻഷൻ ഭവനിൽ KSSPU ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ MV മധു ദേശീയ പതാക ഉയർത്തി. ബ്ലോക്ക് സെക്രട്ടറി VNG ആനന്ദൻ, കലാവി, KM വിമല, KG വിജയലക്ഷ്മി, TK ഹരിദാസ്, MK ലോഹിതാക്ഷൻ, KK ലളിത, KD നീന എന്നിവർ പങ്കെടുത്തു. ഈ കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും നല്ല ഭരണഘടനയായിട്ട് കണക്കാക്കുന്ന ഇന്ത്യൻ ഭരണഘടന നമ്മുടെ ജനങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇനിയും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. എല്ലാത്തരം അസമത്വങ്ങളെയും ഇല്ലാതാക്കണം, എല്ലാത്തരം ദാരിദ്ര്യവും ഇല്ലാതാക്കണം, എല്ലാവർക്കും സമാധാനവും സന്തോഷവും കൈവരിക്കത്തക്ക രീതിയിലുള്ള ഒരു രാജ്യമാണ് നമ്മൾ വിഭാവനം ചെയ്തത്. വലപ്പാട് പുത്തൻപള്ളിയിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടന്നു. വലപ്പാട് ASI ഭരതൻ ഉണ്ണി പതാക ഉയർത്തി. മഹൽ ജനറൽ സെക്രട്ടറി PA നസീർ അധ്യക്ഷത വഹിച്ചു. മഹൽ ജോയിന്റ് സെക്രട്ടറി PA ഷാജഹാൻ, ട്രഷറർ PS ഷഹീൻ, ഉസ്താദുമാരായ റഫീഖ് ഗസിമി, മുഹമ്മദ് ദാരിമി, കമ്മിറ്റി ഭാരവാഹികളായ ഷെരീഫ് പാണ്ടികശാല, VI അബൂ താലിബ്, TM സക്കീർ, KP മുഹമ്മദ് അലി എന്നിവർ പങ്കെടുത്തു. നമസ്കാരം. നമ്മുടെ 76ാമത് റിപ്പബ്ലിക് ഡേ ആണെന്ന് ഭരണഘടന നിലവിൽ വന്നിട്ട് 75 വർഷം പൂർത്തിയാവുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ റിപ്പബ്ലിക് ദിന ആശംസകൾ. റിപ്പബ്ലിക് ദിനാചരണത്തിന്റെ ഭാഗമായി എടമുട്ടത്ത് CPI ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ CPI വലപ്പാട് അസിസ്റ്റന്റ് സെക്രട്ടറി രാജൻ പട്ടാട്ട് ദേശീയ പതാക ഉയർത്തി. CPI മണ്ഡലം കമ്മിറ്റി അംഗം VC കിഷോർ അധ്യക്ഷത വഹിച്ചു. കിസാൻ സഭ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുജിത് പുല്ലാട്ട് ഭരണഘടനാ ആമുഖ വാചകം ചൊല്ലിക്കൊടുത്തു. CPI ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ KS ഉണ്ണികൃഷ്ണൻ, മുബീഷ് പനക്കൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വസന്ത ദേവലാൽ, എടമുട്ടം ബ്രാഞ്ച് സെക്രട്ടറി ബാബുരാജ് എന്നിവർ സംസാരിച്ചു. ഭരണഘടന നേരിട്ടുകൊണ്ടിരിക്കുന്ന അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളെയും അതിൻ്റെ ചില ഘടകങ്ങൾ എടുത്തുമാറ്റുന്നതിൽ, ആർട്ടിക്കിൾ എടുത്തുമാറ്റുന്നതിൽ ഇന്ന് ഭരിക്കുന്ന സർക്കാരിൻ്റെ അസഹിഷ്ണുത നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് 75ാമത് റിപ്പബ്ലിക് ദിനം നമ്മൾ ആചരിക്കാൻ പോകുന്നത്.
ജനുവരി 2025 3, 4, 5 തീയതികളിൽ ന്യൂഡൽഹി ദൽക്കത്തോറ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ഓൾ ഇന്ത്യ ട്രഡീഷണൽ വേഴ്സ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച സീനിയർ ഗേൾസിൽ പങ്കെടുത്ത ഫസ്റ്റ് റണ്ണറപ്പായി ഗോൾഡ് മെഡൽ നേടിയ ആലപ്പാട് തെക്കേപ്പൂരക്കൽ സുബ്രഹ്മണ്യൻ അജിത ദമ്പതികളുടെ മകൾ അപർണ സുബ്രഹ്മണ്യന് തൃശൂർ വിശ്വകർമ്മ സർവീസ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ സ്നേഹാദരവ് നൽകി. തൃശൂർ വിശ്വകർമ്മ സർവീസ് ഫെഡറേഷന്റെ ആലപ്പാട് ശാഖയുടെ ആഭിമുഖ്യത്തിൽ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ കുട്ടൻ ആലപ്പാടും ഉണ്ണിരാജൻ ചാഴൂരും ചേർന്ന് അപർണയെ പൊന്നാടയണിയിച്ചു. പ്രസിഡന്റ് പ്രദീപ് കെ മൊമെന്റോ നൽകി ആദരിച്ചു. പറ്റുന്ന പോലെയായിട്ടുള്ള ഇതൊക്കെ നമ്മൾ ഒരുവിധം നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പൊക്കെ നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതും പിന്നെ അതേപോലെ ഇപ്പോൾ നാഷണൽ ലെവലിലാണ് ഇപ്പോൾ അപർണ നിൽക്കുന്നത്. ഇനി അത് ഇന്റർനാഷണൽ ലെവലിലും വളർന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. സെക്രട്ടറി ലിഖിത് കുമാർ, ട്രഷറർ ശക്തിധരൻ CK, മെമ്പർമാരായ മണികണ്ഠൻ, സുബ്രഹ്മണ്യൻ പുള്ള, മോഹനൻ ചാഴൂർ എന്നിവർ അനുമോദന ചടങ്ങിൽ ആശംസകൾ നേർന്നു. തുടർന്ന് അപർണ മറുപടി പ്രസംഗം നടത്തി. ഹാപ്പി മൊമെന്റ് ആണ്. ഹാപ്പി മൊമെന്റ് മാത്രമല്ല, ഒരു പ്രൗഡ് മൊമെന്റും കൂടിയാണ്. നമുക്കിങ്ങനെ പോയി വന്നിട്ട് ഒരു ആദരവ് ചെയ്യാന്ന് ശരിക്കും പറയുകയാണെങ്കിലേ നമ്മൾ മത്സരിക്കുമ്പോൾ അതിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. കുറച്ച് പ്രാക്ടീസ് ചെയ്ത് പിന്നെ ടെൻഷനും പേടിയൊക്കെ ഉണ്ടാവും. ബൗട്ടിൽ കയറുമ്പോൾ ശരിക്കും കണ്ണൊന്നും അത്ര നമുക്ക് ക്ലിയർ ആവില്ല. എന്താ ചെയ്യേണ്ടത്, ഭയങ്കര ടെൻഷനായിരിക്കും. ആ സമയത്ത് ഇവിടെ ആൾക്കാർ നന്നായി കൈയടിക്കും, ക്ലാപ്പ് ചെയ്യും, പേര് വിളിക്കും, കൂക്ക് വിളിക്കും. അപ്പോൾ നമുക്ക് ശരിക്കും എവിടെ നിന്നില്ലാത്ത ഒരു എനർജി വരിക. ബാക്കി ഒന്നും നമ്മൾ നോക്കില്ല. ആ സമയത്ത് ആ സ്പീഡിലാണ് ബൗട്ട് ഫിനിഷ് ചെയ്യുന്നതെല്ലാം. അതേപോലൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ. പ്രോത്സാഹനം എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ് അതിൽ കിട്ടുന്നത്. താനിം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ റിപ്പബ്ലിക് ദിനാചരണത്തിന്റെ ഭാഗമായി ചൈതന്യാനശ്വര അംഗൻവാടികളിൽ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിനാചരണം നടത്തി. വാർഡ് മെമ്പർ ആന്റോ തുറയൻ റിപ്പബ്ലിക് ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. ADS പ്രസിഡന്റ് വിജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. അംഗൻവാടി ടീച്ചർമാരായ അഞ്ജു KB, സധി രംഗൻ, ഹെൽപ്പർമാരായ ഗീത, നിമ്മി, ആശാ വർക്കർ സുശീല രാജൻ, ALMC അംഗങ്ങളായ ലൂയിസ് താണിക്കൽ, അജിത മോഹനൻ, സിമി ജോബി, ജോളി രാജൻ, ഷൈനി ഷാജി, ലൈല എന്നിവർ പ്രസംഗിച്ചു. കുട്ടികളുടെ ഗാനാലാപനവും മധുര വിതരണവും നടത്തി. വാണിജ്യം. ഗ്രാമീണ മേഖലയിലെ നിക്ഷേപോൽപാദന വിതരണ ശൃംഖലയെ ശക്തിപ്പെടുത്തുന്ന ഖാദിയുടെ പ്രവർത്തനങ്ങളിൽ അംഗപരിമിതരെയും പ്രയോജനപ്പെടുത്തുവാനുള്ള നീക്കം സ്വാഗതാർഹമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. ഭാരതീയ ഖാദി ഗ്രാമ വ്യവസായ സഹകരണ സംഘത്തിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പാരമ്പര്യം പിന്തുടർന്നുകൊണ്ട് ഖാദി ബോർഡ് നമ്മുടെ അഭിമാന സ്ഥാപനമായി പ്രവർത്തിക്കുകയാണ്. ഖാദി ബോർഡിനോട് ചേർന്ന് നിന്നുകൊണ്ട് അതിൻ്റെ കാലാകാലങ്ങളിൽ മുന്നോട്ട് വയ്ക്കപ്പെടുന്ന പ്രൊജക്റ്റുകൾ ഏറ്റവും ഭംഗിയായി നടത്താൻ കഴിയുന്ന വിധത്തിലാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ ഒഴികെയുള്ള താലൂക്കുകൾ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഈ സഹകരണ സംഘം സ്ഥാപിതമായിട്ടുള്ളത്. എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും ഞാൻ നേരുകയാണ്. ഖാദി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്കും അതേസമയം ഭിന്നശേഷിക്കാരായ സഹോദരങ്ങളുടെ ഉപജീവനത്തിനും സാധ്യമാകുന്ന വിധത്തിലുള്ള ഒരു പദ്ധതി നടപ്പാക്കാനുള്ള ആലോചന കൂടി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അത് ഫലപ്രാപ്തിയിൽ എത്തിച്ചേരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും ഏതാണ്ട് പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതും നമുക്ക് നിസ്സഹായരായ കുറേ ജീവിതങ്ങളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടി പ്രയോജനപ്പെടുത്താം. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷത വഹിച്ചു. പുതിയ അംഗങ്ങൾക്കുള്ള അംഗത്വ വിതരണോദ്ഘാടനം കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് MK കണ്ണൻ നിർവഹിച്ചു. ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ്, മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത്, കേരള ഖാദി ബോർഡ് ജില്ലാ പ്രൊജക്ട് ഓഫീസർ ധന്യ ദാമോദരൻ, അന്തിക്കാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KB രാജീവ്, ഭാരതീയ ഖാദി ഗ്രാമ വ്യവസായ സഹകരണ സംഘം പ്രസിഡന്റ് K കേശവദാസ്, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആശിഷ് മൂത്തേടത്ത് എന്നിവർ പങ്കെടുത്തു.
വടാനപ്പള്ളി നടുവിൽക്കര പെരുമ്പായിൽ പരേതനായ വേലാണ്ടിയുടെ മകൻ ശ്രീനിവാസൻ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. ഭാര്യ വിമല റിട്ടയർഡ് പ്രധാനാധ്യാപിക പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ടശങ്കടവ്. മക്കൾ പ്രതീഷ്, പ്രജിത്ത്, മരുമക്കൾ ജിനി, സുമിത. സംസ്കാരം ഞായറാഴ്ച രാവിലെ വീട്ടുവളപ്പിൽ നടത്തി. നേത്രപടലങ്ങൾ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെ നേത്രബാങ്കിലേക്ക് ദാനം ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വ്യാജ സ്വർണം നിർമ്മിച്ച് വിതരണം ചെയ്യുന്നയാൾ അറസ്റ്റിൽ. കളിമണ്ഡലം പുരസ്കാരം സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർക്ക് നൽകി. നാടെങ്ങും റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ നടത്തി. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.